മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരെ തീവ്രമായ ആക്രമണങ്ങളും പ്രചാരണങ്ങളും അഴിച്ചുവിട്ട് ഹിന്ദുത്വ വർഗീയാധിപത്യത്തെ വളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ക്രിസ്ത്യൻ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം 700ഓളം വർഗീയ ആക്രമണമാണ് രാജ്യത്താകമാനം ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായത്. അതായത് ഏതാണ്ട് ഒരു ദിവസം രണ്ടിടത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിൽ 287 ഉത്തർപ്രദേശിലും 148 ആക്രമണങ്ങൾ ഛത്തീസ്ഗഡിലും 49 ആക്രമണങ്ങൾ ജാർഖണ്ഡിലും 47 ഹരിയാനയിലുമാണ്. ഇവിടെയെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്നത് പ്രത്യേകം കാണേണ്ട കാര്യമാണ്. 2014 രാജ്യത്ത് ആകെ 140 അക്രമ സംഭവങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നേരെ ഉണ്ടായിരുന്ന സ്ഥാനത്തു നിന്നും BJP ഭരിച്ച കഴിഞ്ഞ 9 വർഷം കൊണ്ട് ആക്രമണത്തിന്റെ നിരക്ക് കുത്തനെ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ക്രൈസ്തവ വിഭാഗത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഇന്ന് 11ാമത്തെ സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയെ ആകമാനം പിടിച്ചുകുലുക്കിയത് മണിപ്പൂരിലെ വംശീയ സംഘർഷമായിരുന്നു. മുഖ്യമായും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മെയ്ത്തികളും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുക്കികളും തമ്മിലുള്ള സംഘർഷം തടയുന്നതിൽ മണിപ്പൂരിലെയും കേന്ദ്രത്തിലെയും BJP സർക്കാരുകൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഈ രണ്ട് മതവിഭാഗത്തിൽപ്പെടുന്നവർ ആയുധമേന്തി പരസ്പരം ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ അവിടെ 200-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 60,000-ഓളം ആളുകൾക്ക് ഭവനം നഷ്ടപ്പെടുകയും 100 കണക്കിന് ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുകയും 10,000-ങ്ങൾ പലായനം ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം നമ്മുടെ സമൂഹത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചയായി ഉയർന്നു വന്ന വിഷയമാണ്. ഇവിടെ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കാര്യമായ നടപടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന കാര്യം ഒട്ടേറെ വിമർശനങ്ങൾ ഇടവരുത്തിയിട്ടുണ്ട്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവിടെ സംഘർഷം തുടരുകയാണ്. കലാപം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയോ പാർലമെന്റിൽ ഈ പ്രശ്നത്തെ സംബന്ധിച്ചൊരു പ്രസ്താവന നടത്താനോ തയ്യാറായിട്ടില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂനപക്ഷ വിരുദ്ധ മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ക്രൈസ്തവർക്കെതിരെ മാത്രമല്ല, രാജ്യത്തെ മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെയും ഇതേപോലുള്ള ആക്രമണം തുടരുകയാണ്. മണിപ്പൂരിൽ സംഘർഷം പടർന്നു പിടിക്കുമ്പോൾ തന്നെയാണ് ഹരിയാനയിലെ ഭിവാനി ജില്ലയിൽ രാജസ്ഥാനിൽ നിന്ന് പശുക്കളെ വിൽക്കാൻ കൊണ്ടുവന്ന ജുനൈദ്, നാസർ എന്നീ യുവാക്കൾ നിഷ്കരണം കൊല്ലപ്പെടുന്നത്. മോനു മനേസർ എന്ന ബജ്രംഗദൾ നേതാവ് നയിച്ച യാത്ര ഗുഡ്ഗാവിനടുത്ത് മുസ്ലിങ്ങൾ താമസിക്കുന്ന തെരുവിൽ എത്തി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതും നിരവധി വീടുകൾ അഗ്നിക്കിരയാക്കിയതും ഹരിയാനയിലാണ്. രാമനവമി ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രകളിൽ സായുധ സംഘങ്ങൾ കയറിപ്പറ്റി മുസ്ലിം വീടുകൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം രാമനവമി, ഹനുമാൻ ജയന്തി ഘോഷയാത്രയോടനുബന്ധിച്ച് 9ഓളം സംസ്ഥാനങ്ങളിൽ ഇതേപോലെയുള്ള ആക്രമണങ്ങൾക്ക് ഇടവരുത്തിയെന്ന കാര്യം എല്ലാ മാധ്യമങ്ങളിലുമായി നാം കണ്ടിട്ടുള്ള കാര്യമാണ്. പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ ആദിവാസി മേഖലകളിൽ വർഗീയ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന
ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ പോലീസിന്റെ സാന്നിധ്യത്തിനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. യു.പിയിലെ മുസഫർ നഗറിൽ തൃപ്തത്യാഗി എന്ന അധ്യാപിക ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ ശിക്ഷിക്കാനായി സഹപാഠികളായ വിദ്യാർത്ഥിയെ ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് നാം കണ്ടിട്ടുണ്ട്. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കലാലയങ്ങളിലേക്ക് എത്തുകയാണ്. ഇത്തരത്തിൽ രാജ്യത്ത് ഉടനീളം മതനിരപേക്ഷതയ്ക്കും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭത്തിൽ അതിനെയെല്ലാം നോക്കുകുത്തിയാക്കി ഇവിടെ ഹിന്ദുത്വവൽക്കരണവും കാവ്യവൽക്കരണവും ന്യൂനപക്ഷ വേട്ടയും വർഗീയതയും കേന്ദ്ര സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെയും സഹായത്തോടെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ മതേതരവാദികൾ ആ നിലപാട് ഒന്നിച്ച് സ്വീകരിക്കണമെന്നുള്ളതാണ് ഞാൻ എൻ്റെ അഭിപ്രായമായി പറഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നടന്ന ആക്രമണങ്ങളിൽ, അതിനു മുമ്പ് നടന്ന ആക്രമണങ്ങളിലും ഒരുപാട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അവരെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇത്രയും ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെ, അവരെ നമ്മളുടെ പരിഭവങ്ങളും ആശങ്കകളും അറിയിച്ചുകൊണ്ട് അതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട സമീപനം വേണ്ടത്ര സ്വീകരിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നിയതുകൊണ്ടാണ് ഞാൻ പുന്നപ്രയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ അവിടെ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ, അത് ബിഷപ്പുമാർ മാത്രമല്ല, അല്ലാത്ത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും പങ്കെടുത്തു. മണിപ്പൂർ പ്രശ്നം ഉന്നയിക്കേണ്ടതായിരുന്നു. പ്രശ്നം ഉന്നയിക്കേണ്ടതിൻ്റെ രീതി ഉന്നയിക്കേണ്ടവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ 200ഓളം ആളുകൾ കൊല്ലപ്പെട്ട്, ആയിരങ്ങൾ പലായനം ചെയ്യപ്പെട്ട്, ആയിരങ്ങളുടെ ഭവനരഹിതരായ നമ്മുടെ നാട്ടിൽ ഒരു ജനവിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. ബഹുമാന്യ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെടണം, ആ പ്രദേശം സന്ദർശിക്കണം, ഞങ്ങളുടെ പ്രയാസങ്ങളും ആശങ്കകളും പരിഹാരം കാണണം എന്ന് സ്നേഹബുദ്ധിയ എങ്കിലും പറയേണ്ടതായിരുന്നു എന്നാണ് ഞാൻ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. ആ രാഷ്ട്രീയമായ എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്.